അസ്സലാമു അലൈക്കും. അഫ്ളലുൽ ഉലമയുടെ 15ാമത്തെ എപ്പിസോഡാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അത് എലിമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് സെമസ്റ്റർ 1-ലെ എലിമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന ബുക്കിലെ യൂണിറ്റ് 4 ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 4 ഹുറൂഫുൽ അത്ഫാണ് ഇന്ന് എടുക്കുന്നത്. അപ്പൊ അത്ഫിന്റെ ഹർഫുകള് വാവ്, ഫാ, സുമ്മ, ഔ, അം, ലാക്കിൻ, ലാ, ബൽ, ഹത്ത. ഇതൊക്കെയാണ് ഹർഫിന്റെ അത്ഫുകൾ. ഇത് ഓരോന്നിനും രണ്ട് സെന്റൻസിനെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് പുറമെ പലതിനും പല എഫക്റ്റ് ആയിരിക്കും, അർത്ഥങ്ങളായിരിക്കും ഉണ്ടാവുക. വാവ് കൊണ്ട് അത്ഫ് ചെയ്യുന്ന അതേ എഫക്റ്റ് അല്ല ഫാവ് കൊണ്ട് അത്ഫ് ചെയ്യുമ്പോ. സുമ്മ, ഔ, ഇതെല്ലാം വെവ്വേറെ അർത്ഥങ്ങളായിരിക്കും. പക്ഷെ ഇതിന്റെയൊക്കെ മെയിൻ ഉദ്ദേശം രണ്ട് കലിമത്തിനെ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അർത്ഥങ്ങൾ വേറെ ആയിരിക്കും. നമുക്ക് നോക്കാം. അത്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനേഷനാണ് പറയുന്നത്. അൽ അത്ഫു ഹുവ ഇർത്തിബാത്തുൻ ബൈനൽ കലിമത്തൈനി ഫിൽ ഹുക്മി വൽ ഇറാബി ബിവാഹിദിൻ മിനൽ ഹുറൂഫിൽ അത്ഫി. അപ്പൊ അത്ഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ ഹുവ ഇർത്തിബാത്തുൻ ബൈനൽ കലിമത്തൈനി, രണ്ട് സെന്റൻസിന്റെ ഇടയിൽ ബന്ധിപ്പിക്കലാണ്. ഫിൽ ഹുക്മി വൽ ഇറാബി, അതിന്റെ എല്ലാ നഹ്വിയായ ഗ്രമാറ്റിക്കൽ ലോസും അതുപോലെ ഏറാബും, അതായത് ഫതഹാണോ കസ്റത്താണോ, അതായത് ജറാണോ റഫാണോ നസ്ബാണോ, അത് രണ്ടിനും ഒരുപോലെ ആയിരിക്കും. ഏത് സെന്റൻസിനാണോ നമ്മൾ യോജിപ്പിക്കുന്നത്, ഏതിനോട് കൂടെയാണോ യോജിപ്പിക്കുന്നത്, അതിന് രണ്ടിനും ഒരേ ഏറാബായിരിക്കും. അപ്പോ ഈ ഹർഫിന് മുമ്പുള്ള ആ വാക്കിന് റഫ് ആണെങ്കിൽ അതിന് ശേഷമുള്ള വാക്കിനും റഫ് തന്നെ ആയിരിക്കും ആണ് പറഞ്ഞത്. അപ്പൊ ഇർത്തിബാത്തൻ ബൈനൽ കലിമത്തൈനി, രണ്ട് കലിമത്തുകളുടെ ഇടയ്ക്ക് ബന്ധിപ്പിക്കലാണ് ഫിൽ ഹുക്മി, ഹുക്മിലും വല്ല ഏറാബിലും വാഹിദിൻ മിൻ ഹുറൂഫിൽ അത്ഫി, ഈ പറയപ്പെട്ട അത്ഫിന്റെ ഹർഫുകളിൽ നിന്ന് ഒരു ഹർഫുണ്ട്. ഇനി അമ്മൽ കലിമത്തുല്ലത്തി ഖബല ഹുറൂഫിൽ അത്ഫി, ഈ കലിമത്ത് അത്ഫിന്റെ ഹർഫിന് മുമ്പുള്ള കലിമത്തിന് എന്താ പറയാന്ന് പറഞ്ഞു. ഫതുസമ്മ, അതിന് പറയപ്പെടും മഅ്തൂഫൻ അലൈഹി. മഅ്തൂഫൻ അലൈഹി എന്നാ പറയാ. മഅ്തൂഫൻ അലൈഹി എന്ന് പറയുമ്പോ ഏതിന്റെ മേലാണോ അത്ഫ് ചെയ്യപ്പെടുന്നത്, ഏതിന്റെ മേലാണോ നമ്മൾ താഴെ ശേഷം പറയുന്ന ആ കലിമത്തിനെ ബന്ധിപ്പിക്കുന്നത്, അതിനെ മഅ്തൂഫൻ അലൈഹി എന്നും, വൽ കലിമത്തുല്ലത്തി തഅതി ബഅദ ഹുറൂഫിൽ അത്ഫി, അത്ഫിന്റെ ശേഷമുള്ള ആ കലിമത്തിനെ തുസമ്മ അൽ മഅ്തൂഫ്, മഅ്തൂഫ് എന്നും പറയും. അപ്പൊ മഅ്തൂഫും മഅ്തൂഫൻ അലൈഹിയാണ് ഉണ്ടാവുക, പിന്നെ ഹർഫുൽ അത്ഫും. ഇങ്ങനെ മൂന്ന് ഐറ്റാണ് ഈ ഇതിലുണ്ടാവുക. ഇനിയിപ്പോ നമ്മള് അടുത്തത് നോക്കാം. ഉദാഹരണം അഹ്താജു ഇലാ വറഖത്തിൻ വഖലമിൻ. ഇത് ഞാൻ ഈ പറയുന്ന ആ വരിയുടെ മേലെ ശരിക്ക് കസർ കാണിക്കാൻ ഉള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ വായിക്കുമ്പോ ഇത് ശരിക്ക് മനസ്സിലാക്കുക. അഹ്താജു, ഇത് മിസാലിലെ ആദ്യത്തെ വരിയാണ്. അഹ്താജു ഇലാ വറഖത്തിൻ വഖലമിൻ. അഹ്താജു, എനിക്ക് ആവശ്യമുണ്ട്, ഇലാ വറഖത്തിൻ, ഒരു പേപ്പർ, വഖലമിൻ, പേനയും. ഒരു പേനയും പേപ്പറും എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇത് രണ്ടും ആവശ്യമുണ്ട്. അതിന്
ഒന്നെടുത്തിട്ട് പിന്നെ പേപ്പർ കൊടുത്തിട്ട് പിന്നെ പേന കൊണ്ടുവരണമെന്നുള്ള അർത്ഥമൊന്നുമില്ല. അത് രണ്ടും ആവശ്യമുണ്ട്. പിന്നെ വാദറത്തുല്ലാബു വിദ്യാർത്ഥികള് പോയി, വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയി. ഫൽ മുഅല്ലിമൂന അതിനുശേഷം മുഅല്ലിമീങ്ങളും പോയി മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന്. അപ്പോ ഇവിടെ ഈ ഫായിന് അപ്പൊ എന്താ അർത്ഥം വന്നത്? വിദ്യാർത്ഥികൾ പോയി, വാദറത്തുല്ലാബു വിദ്യാർത്ഥികൾ പോയി, ഫൽ മുഅല്ലിമൂന അതിനുശേഷം മുഅല്ലിമീങ്ങളും പോയി. അധികം താമസിച്ചില്ല. വിദ്യാർത്ഥികൾ പോയ ഉടനെ മുഅല്ലിമീങ്ങളും പോയി. അപ്പൊ ഇവിടെ മേൽപ്പറഞ്ഞ ഈ വരിയിൽ വറക്കത്തിൽ നിന്ന് അതേ ആ ജറ് തന്നെയാണ്. ഇല വന്നതുകൊണ്ട് ഇല ജറിന്റെ ഹർഫാണ്. ഇല വറക്കത്തിൻ എന്ന് പറഞ്ഞ് ആ വറക്കത്തിൽ നിന്നതിന് ജറ് കിട്ടി. അതിന്റെ അതേ ഏറാബ് തന്നെയാണ് കലം എന്നുള്ളതിന്. അതുപോലെ രണ്ടാമത്തെ വരിയിൽ വാദറ തുല്ലാബ്, തുല്ലാബ് പോയി. തുല്ലാബ് എന്നുള്ളതോടെ ഫായിലാണ്. വാദറ എന്ന ഫിയലിന്റെ ഫായിലാണ് തുല്ലാബ്, അതിന് റഫാണ്. അപ്പൊ അതിന്റെ ഫൽ മുഅല്ലിമൂന എന്നതിന് റഫ് ചെയ്ത്. ഇനി ബദഅത്തുൽ ഖിറാഅത്തു വായന തുടങ്ങി, വായന തുടങ്ങി. സുമ്മൽ ഹിഫ്ളു പിന്നെ ഹിഫ്ളും തുടങ്ങി. അപ്പോ ഖിറാഅത്തു എന്നതിന്റെ അതേ ഇഅ്റാബ് ബദഅത്തുൽ ഖിറാഅത്തു, ഖിറാഅത്തുടെ ഫായിലാണ് ബദഅ എന്നുള്ള ഫിയലിന്റെ. അപ്പോ അതേ ഇഅ്റാബ് റഫ് സുമ്മ കഴിഞ്ഞിട്ടുള്ള ഹിഫ്ളിനും കിട്ടി. അപ്പൊ ഇവിടെ ഖിറാഅത്ത് എന്നുള്ളത് ഇവിടെ മഅ്തൂഫുൻ അലൈഹി ആണ്, ഹിഫ്ൾ എന്നുള്ളത് മഅ്തൂഫാണ്. അപ്പൊ ഇത് ഇവിടെ എന്താ അർത്ഥം? വായന തുടങ്ങി, പിന്നെ പെട്ടെന്ന് വായന തുടങ്ങിയ ഉടനെ പെട്ടെന്ന് ഹിഫ്ളാവില്ലല്ലോ, കാണാപ്പാടാവില്ലല്ലോ. അപ്പോ കുറെ വായിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് മനപ്പാഠം ആക്കാനും തുടങ്ങി എന്നുള്ള അർത്ഥമാണ്. പിന്നെ ഹൽ അന്ത മുസാഫിറുൻ, അന്ത മുസാഫിറുൻ ഇവിടെ മുബത്തദ ഖബറാണ്. അതുകൊണ്ടാണ് മുസാഫിറിന് റഫ് കിട്ടിയത്. ഹൽ അന്ത മുസാഫിറുൻ, നീ മുസാഫിറാണോ? അം മുഖൈമുൻ, അതല്ല സ്ഥിരതാമസക്കാരനാണോ? മുഖൈം എന്ന് പറഞ്ഞാല് സ്ഥിരതാമസക്കാരൻ. അല്ലെന്താ മുസാഫിറുൻ അം മുഖൈമുൻ, ഇവിടെ മുബത്തദ ഖബറായതുകൊണ്ട് മുസാഫിറിന് റഫ് കിട്ടി. ഈ അമ്മ കഴിഞ്ഞിട്ടുള്ള മുഖൈമുൻ എന്നുള്ള മഅ്തൂഫിനും അപ്പൊ റഫ് കിട്ടി. പിന്നെ അഖ്ബർതു ആമിറൻ, ഞാൻ ആമിറിനോട് വിവരം അറിയിച്ചു, പറഞ്ഞു. ഞാൻ ആമിറിനെ വിവരം അറിയിച്ചു. റാഷിദൻ, റാഷിദനെയും വിവരം അറിയിച്ചു. ഇവിടെ രണ്ടാളുടെ ഒന്ന് ശേഷം മുമ്പൊന്നുമില്ല. ഇവിടെ ഈ വാവ് ഉപയോഗിച്ചിട്ടുള്ള അത്ഫിന് രണ്ടാളിനെയും ഒരേ സമയത്ത് വിവരം അറിയിച്ചു എന്നുള്ള അർത്ഥമുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മുടെ ഹുക്കുമിലും ഏറാബിലും ഒന്നായിരിക്കുമെന്ന് പറഞ്ഞതിന്റെ അഖ്ബർത്തു ഞാൻ വിവരം അറിയിച്ചു ആമിറൻ, ആമിർ മഫ്ഊലാണ്. ആ മഫ്ഊലായ ആമിറിന്റെ അതേ ഏറാബ് തന്നെ റാഷിദിനും വേണം. പിന്നെ പിന്നെന്താ ഇനി ഓരോന്നിന്റെയും ആ യൂസേജിന്റെ അർത്ഥം എന്താണ്, വാവ് കൊണ്ട് അത്ഫ് ചെയ്യുമ്പോഴുള്ള എഫക്ട് എന്താണ് എന്നൊക്കെയാണ് പറയുന്നത്. വാവ് അൽ വാവ്, വാവ് തദുല്ലു അലൽ മുസാറക്കത്തി, തദുല്ലു അത് അറിയിക്കും, അലൽ മുസാറക്കത്തി ശരീക്ക് ആവുന്നതിന്റെ മേല് എന്ന് പറഞ്ഞ മുസാറക്കത്ത് എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്ക, രണ്ടും ഷെയറാവുക, ഷെയറാവുന്നതിനെ കുറിച്ച് അറിയിക്കും. ബൈനുൽ മഅ്തൂഫി വൽ മഅ്തൂഫി അലൈഹി, മഅ്തൂഫിന്റെയും മഅ്തൂഫിന്റെ അലൈഹിയുടെയും ഇടയില് ഷെയറാക്കുക, ബന്ധിപ്പിക്കുക. ദഹബ ഖാലിദുൻ വറാഷിദുൻ, ഖാലിദ് പോയി, വറാഷിദുൻ റാഷിദും പോയി. ഇനി ഫാഇന്റെ എഫക്ട് എന്താ? അൽഫാ തുഫീദു അലൽ മുശാറകത്തി ബൈനൽ മഅ്തൂഫി വൽ മഅ്തൂഫി അലൈഹി, അത് എല്ലാറ്റിനും ഒന്ന് തന്നെ, എല്ലാറ്റിനും ആ മുശാറക്കത്ത് അവിടെ വരുന്നുണ്ട്.
കമാന്നഹ തദുല്ലു, അത് അറിയിക്കുന്ന പോലെ അല തർത്തീബി, ഒരു ഓർഡറിന്റെ പേരിൽ അറിയിക്കുന്നത് പോലെ തർത്തീബി, തർത്തീബിനോട് കൂടി ഒരു ഓർഡറും കൂടി ഓർഡറിൽ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജാ അൽ വലതു, കുട്ടി വന്നു, ആൺകുട്ടി വന്നു, ഫൽ ബിന്ദു, അതിനുശേഷം പെൺകുട്ടിയും വന്നു. അപ്പൊ ഇവിടെ ആൺകുട്ടി വന്നു കഴിഞ്ഞിട്ടാണ് പെൺകുട്ടി വരുന്നത്. അപ്പൊ ഇവിടെ ഒരു തർത്തീബ് ഉണ്ട്. ആൺകുട്ടിക്ക് മുമ്പ് പെൺകുട്ടി വന്നിട്ടില്ല, അപ്പൊ ആൺകുട്ടി വന്നു, പിന്നെ പെൺകുട്ടി വന്നു. ഇവിടെ തർത്തീബും തർത്തീബും എന്ന് പറഞ്ഞാൽ ഉടനെ എന്നുള്ള ഒരർത്ഥമാണ്. പിന്നെ സുമ്മ തദുല്ലു അല തർത്തീബിന്റെ മേൽ അറിയിക്കും തറാഹി, കുറച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള ഒരർത്ഥം കൂടി അതിന് വരും. കുറച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള ഒരു അർത്ഥം കൂടി അതിന് വരും. ഇവിടെ അതിന് ഉദാഹരണം ഷാഹത്തുൽ ഫീല, ഞാൻ ആനയെ കണ്ടു. സുമ്മൽ അസദ, പിന്നെ സിംഹത്തെയും കണ്ടു. അപ്പൊ ആനയെ കണ്ട ഉടനെ സിംഹത്തെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഉടനെ കണ്ടു എന്നുള്ളതിനാണെങ്കിൽ ഫാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ സുമ്മ ഉപയോഗിച്ചതുകൊണ്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു അസദിനെയും കണ്ടു, ഒരു സിംഹത്തെയും കണ്ടു. അപ്പൊ ഷാഹത്തുൽ ഫീല സുമ്മൽ അസദ്. പിന്നെ ഹത്ത നമുക്ക് ജറിന്റെ ഹർഫായിട്ട് ഹത്ത ഉണ്ട്, അതും ഇതും കൂടി കൂട്ടിക്കുഴക്കരുത്. ഈ ഹത്തക്ക് ഇവിടെ അർത്ഥം തദുല്ലു അല ആയത്തി, ഒരു എക്സ്ട്രീം ലെവലിനെ പറ്റിയാണ് അറിയിക്കുക, ഒരു അറ്റം. ഉദാഹരണത്തിൽ അക്കൽത്തു തുഫാഹ, ഞാൻ ആപ്പിൾ തിന്നു. ഹത്താ നിസ്ഫഹ, അതിന്റെ പകുതി വരെ തിന്നു. അത് ആ പകുതി എന്നുള്ള ഒരു ആയത്താണ്. ആ പകുതി വരെ തിന്നു എന്നുള്ള അർത്ഥമാണ് അക്കൽത്തു തുഫാഹ ഹത്താ നിസ്ഫഹ. ആ തുഫാഹ എന്നുള്ള മഫ്ഊലാണ് ഇവിടെ അക്കലയുടെ. അതിന്റെ അതേ ഇറാബ് തന്നെ നിസ്ഫഹ എന്ന് പറയും. അല്ലാതെ ഹത്താ നിസ്ഫിഹ എന്ന് പറയില്ല. നിസ്ഫഹ, അക്കൽത്തു തുഫാഹ ഹത്താ നിസ്ഫഹ. പിന്നെ അപ്പോ പിന്നെ വാവ് പറഞ്ഞതാണല്ലോ അല്ലെ? ഒന്നുകൂടി പറയാം. വാവ് തുഫീദ് ആണത്, വാവല്ല ഇവിടെ ആണ് കേട്ടോ. അത് തെറ്റിയതാണ്, അത് എല്ലാവരും മനസ്സിലാക്കുക. വാവല്ല, ടൈപ്പിങ്ങിലെ എററാണ്. തുഫീദു തഖ്യീറിനെ അത് അറിയിക്കും. തഖ്യീർ എന്ന് പറഞ്ഞാല് ഇഷ്ടം, അല്ലെങ്കിൽ എന്നുള്ള വശക്ക്, ഒരു സംശയത്തിന്റെയും ഒരു ഇഷ്ടത്തിന്റെയും അത് ഫലം ചെയ്യുന്നു. ഉദാഹരണം നോക്കുക, അപ്പൊ മനസ്സിലാവും. ഉൻളുർ ഫിൽ കിതാബി, പുസ്തകത്തിലേക്ക് നോക്ക്. അവിസബൂറത്തി, അല്ലെങ്കിൽ ബോർഡിലേക്ക് നോക്കിക്കോ. അപ്പോ അനക്കിഷ്ടമുള്ളടത്തേക്ക് നോക്ക്. ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ പറയാണ്, ഈ ഒന്നുകില് ബുക്കിലേക്ക് നോക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോ, അല്ലെങ്കിൽ ബോർഡിലേക്ക് നോക്ക്, അല്ലാതെ അവിടെ ഇവിടെ നോക്കിയിരിക്കല്ലേ എന്നുള്ള ആ ഒരു ധ്വനിയാണത്. ഉൻളുർ ഫിൽ കിതാബിലേക്ക് നോക്ക്. ഔ അസ്സബൂറത്തി. അപ്പൊ ഈ ഫി എന്നുള്ള ജറിന്റെ ഹർഫാണ് ഫി. കിതാബിൽ വരുമ്പോ ജറാണ് ചെയ്യുക, ഫിൽ കിതാബി. അപ്പൊ അവ കഴിഞ്ഞിട്ടുള്ള സബൂറത്തിനും ആ ജറിനെ വേണം. അതാണ് ഇവിടുത്തെ ഹുക്മ. ഉൻളുർ ഫിൽ കിതാബി അവി സബൂറത്തി. പിന്നെ തദുല്ലു അലൽ ഇളറാബി വത്തഅയ്യീൻ, ഇളറാബിന്റെ മേലും തഅയ്യീന്റെ മേലും അറിയിക്കും.
തയ്യീൻ എന്ന് പറഞ്ഞാൽ ഒരു 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 ക്ലിപ്തത വരുത്തുക. അപ്പൊ ഹൽ അന്ത മുഖീമുൻ, നീ സ്ഥിരതാമസക്കാരനാണോ? അം മുസാഫിറുൻ, അതല്ല നീ മുസാഫിർ, പിന്നെ യാത്രക്കാരനാണോ? അപ്പൊ നമ്മളിപ്പോ വേറെ ഇപ്പോ ഉദാഹരണം തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ ബോംബെക്കോ ഒക്കെ പോയി ഒരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന, അപ്പൊ നമ്മളെ പറ്റി മുസാഫിർ എന്നാ പറയും. മുഖീം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരതാമസക്കാരൻ, സ്ഥിരതാമസക്കാരനായിട്ടുള്ള ആളെ കുറിച്ച് മുഖീം എന്ന് പറയും. അപ്പൊ ഹൽ അന്ത മുഖീമുൻ, നീ സ്ഥിരതാമസക്കാരനാണോ? അം മുസാഫിറുൻ, അതല്ല നീ യാത്രക്കാരനാണോ? അപ്പൊ ഇവിടെ ഒരു തയ്യീന്, ഒരു നിജപ്പെടുത്തൽ, ഒരു ക്ലിപ്തത വരുത്തലുണ്ട്. പിന്നെ ബൽ, ബൽ എന്താ? അതിന് തഫീദുൽ ഇൽറാബ് വൽ ഇബ്താൽ. ഇൽറാബുൽ ഇബ്താലാണ് ബല്ലിന്. ഇൽറാബുൽ ഇബ്താൽ എന്ന് പറഞ്ഞാല്, ഇബ്താൽ എന്ന് പറഞ്ഞാല് വേണ്ടാന്ന് വെക്കുക. അഖ്ബറനി മാജിദുൻ, മാജിദ് എന്നോട് പറഞ്ഞു. അഖ്ബറനി എന്നോട് പറഞ്ഞു, മാജിദുൻ മാജിദ് പറഞ്ഞു. ബൽ ആബിദുൻ, അല്ല ആബിദാണ്, എന്നാൽ ആബിദാണ് പറഞ്ഞത്, ആബിദാണ്. അപ്പൊ മാജിദ് പറഞ്ഞു എന്നുള്ളത് അവിടെ മാജിദ് പറഞ്ഞു എന്നുള്ളത് അവിടെ ഇബ്താൽ ചെയ്ത് ബാത്തിലാക്കി. എന്നിട്ട് ആബിദിനെ എടുത്തു. ആബിദാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇത് പല കാരണങ്ങളെ കൊണ്ടാവാം. ഒന്നുകിലും മറന്നിട്ട് പറഞ്ഞതാവാം, അല്ലെങ്കിൽ അറിവില്ലാതെ പറഞ്ഞതാവാം അഖ്ബറനി മാജിദ് എന്ന്. പിന്നെ അത് ഓർമ്മ വന്നപ്പോ അല്ലെങ്കിൽ അറിഞ്ഞപ്പോ ബൽ ആബിദുൻ എന്ന് പറഞ്ഞു, അങ്ങനെ ആവാം. അപ്പൊ അങ്ങനത്തെ അടുത്താണ് ബല്ല് ഉപയോഗിക്കുന്നത്. പിന്നെ ലാക്കിൻ, ലാക്കിൻ തദല്ലു അലൽ ഇസ്തിദ്റാക്കി, ഇസ്തിദ്റാക്കിനെ അറിയിക്കും. ഉദാഹരണം ലം തുഖ്ത റിജ്ലുഹു, ലം തുഖ്ത, തുഖ്ത എന്നുള്ളത് ഇവിടെ മുദാരി മജ്ഹൂലാണ്. തുഖ്ത മുറിക്കപ്പെട്ടിട്ടില്ല, ലം തുഖ്ത മുറിക്കപ്പെട്ടിട്ടില്ല, റിജ്ലുഹു അവന്റെ കാലുകൾ, അവന്റെ കാല് മുറിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ റിജ്ലു എന്നുള്ളത് നായിബ് ഫായിലാണ്. നായിബ് ഫായിലാവുമ്പോ അവിടെ റഫ് കിട്ടും. റിജ്ലു, ലു എന്നാണ്, റിജ്ലു എന്നുള്ളതാണ് അവിടെ നായിബ് ഫായിൽ. ഹു വേറെ ദമീറാണ്, അത് മുളാഫ് ഇലൈഹി ആണ്. അതല്ല ഇവിടുത്തെ വിഷയം. റിജ്ലു എന്നുള്ളതാണ്. ആ റിജ്ലുവിന്റെ അതേ ഏറാബ് തന്നെ യദു, ലാക്കിൻ യദുവിനും കിട്ടും. അപ്പൊ ലം തുഖ്ത റിജ്ലുഹു, അവന്റെ കാല് മുറിക്കപ്പെട്ടിട്ടില്ല, ലാക്കിൻ യദുഹു, എന്നാൽ പക്ഷെ അവന്റെ കൈ, അപ്പൊ കൈയാണ് മുറിക്കപ്പെട്ടത് എന്നർത്ഥം. അപ്പോ ഇവിടെ ഇത് ഉപേക്ഷിച്ച് കാലിന്റെ കാര്യം ത്തിലല്ല, ഇത് കാലല്ല മുറിച്ചത്, കൈയാണ് മുറിച്ചത് എന്നുള്ള അർത്ഥം വരുന്ന അങ്ങനത്തെ സ്ഥലത്ത് ലാക്കിൻ ലം തുഖ്ത റിജ്ലുഹു ലാക്കിൻ യദുഹു. പിന്നെ ലാ എന്നുള്ളത് നഫിയുടെ ഹർഫാണ്, നഹിയുടെ ഹർഫാണ്. തുഫീദുൻ നഫിയ, നെഗേറ്റിനെ എഫക്ട് ചെയ്യും. നെഗേറ്റ് ഇല്ല എന്നുള്ള ഒരു അർത്ഥത്തിന്, അല്ല എന്നുള്ള ഒരു അർത്ഥത്തിന് ധ്വനിപ്പിക്കും. അല്ല അസ്ഫിനെയും. അങ്ങനെ ഹുദ് കിതാബക, ഇതിന്റെ പുസ്തകം എടുക്ക്. ഹുദ് കിതാബക, കിതാബ ഇവിടെ മഫ്ഊലാണ്. ഹുദിന്റെ ഹുദ് അമ്രുഫിയലാണ്, നീ എടുക്കുക അല്ലെങ്കിൽ നീ പിടിക്കുക എന്നൊക്കെ അർത്ഥം. കിതാബ നിന്റെ പുസ്തകം നീ എടുക്ക്. ലാ കലമക്ക, നിന്റെ പേനല്ല എടുക്കാൻ പറഞ്ഞത്, പുസ്തകമാണ് എടുക്കാൻ പറഞ്ഞത്. ലാ കലമക്ക, കലമ, ഇവിടെ കിതാബ എന്നുള്ളത് മഫ്ഊലിന്റെ അതേ ഇഅ്റാബ് ഹുക്മ് കലമക്ക് വന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോ ഇത് എല്ലാവർക്കും വളരെ മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാൻ ക്ലാസ് എടുത്തതെന്ന് ഞാൻ വിചാരിക്കണം. കമന്റിൽ എഴുതാൻ മനസ്സിലായില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.